ജനങ്ങൾക്കായി ജീവിച്ച ഒരു നേതാവിൻ്റെ ഓർമ്മകൾ ഇന്നും കുണ്ടന്നൂരിൻ്റെ മണ്ണിൽ മായാതെ നിലകൊള്ളുന്നു. കോൺഗ്രസ് നേതാവായിരുന്ന സുഭാഷ് കുണ്ടന്നൂരിൻ്റെ 4ാം ചരമവാർഷികം ഇന്ന് അനുഭാവികളും സഹപ്രവർത്തകരും നിറകണ്ണുകളോടെ ഓർക്കുന്നു. സാധാരണക്കാരൻ്റെ ശബ്ദമായി രാഷ്ട്രീയത്തിൽ ഇടപെട്ട സുഭാഷ് കുണ്ടന്നൂർ കോൺഗ്രസ് ആശയങ്ങൾ ജീവിതമായി സ്വീകരിച്ച നേതാവായിരുന്നു. പൊതുപ്രവർത്തനത്തിലുടനീളം ജനങ്ങളുടെ വേദനയും പ്രതീക്ഷയും സ്വന്തം മനസ്സായി കണ്ട അദ്ദേഹത്തിൻ്റെ പ്രവർത്തനം ഇന്നും ജനങ്ങളുടെ ഓർമ്മകളിൽ ജീവിക്കുന്നു. വലിയൊരു സുഹൃത്ത് വലയമുള്ള ആളായിരുന്നു സുഭാഷ് കുണ്ടന്നൂർ. തൻ്റേതായ അഭിപ്രായങ്ങൾ പ്രകടിപ്പിക്കാനും ബോധ്യപ്പെടുത്താനും കഴിവുള്ള വ്യക്തിയായിരുന്നു. എനിക്ക് സഹോദര തുല്യനും കൂടിയായ ഒരാളായിരുന്നു അദ്ദേഹമെന്ന് മൾട്ടി സ്റ്റേറ്റ് കോർപ്പറേറ്റീവ് സൊസൈറ്റി പ്രസിഡന്റ് EK ദിവാകരൻ അഭിപ്രായപ്പെട്ടു. സുഭാഷ് കുണ്ടന്നൂർ എൻ്റെ വളരെ അടുത്ത സഹപ്രവർത്തകനും ഒരു സഹോദര തുല്യനായി ഞാൻ കണ്ടിരുന്ന ആളാണ്. ഇപ്പോൾ 4ാം ചരമവാർഷികത്തിലേക്ക് പ്രവേശിക്കുന്നു എന്ന് കേട്ടപ്പോൾ എൻ്റെ മനസ്സിൽ ഇപ്പോൾ ആളിങ്ങനെ വിടവാങ്ങിയതായിട്ട് എനിക്ക് ഒരിക്കലും തോന്നുന്നില്ല. കാരണം സജീവമായിട്ട് സോഷ്യൽ മീഡിയയിലും അതുപോലെ തന്നെ സാമൂഹ്യ രംഗത്തും എല്ലാ രംഗത്തും രാഷ്ട്രീയ രംഗത്തും ഒക്കെ തിളങ്ങി നിന്നിരുന്നൊരു വ്യക്തിയായിരുന്നു സുഭാഷ്. ഞാനായിട്ട് വളരെ വർഷങ്ങൾ തൊട്ടുള്ള ബന്ധമാണ്. അദ്ദേഹം യൂത്ത് കോൺഗ്രസിൻ്റെ ഭാരവാഹിയായിരിക്കുമ്പോഴും കോൺഗ്രസിൻ്റെ ഭാരവാഹിയായിരിക്കുമ്പോഴും വളരെ അടുത്ത ബന്ധം എന്ന് പറഞ്ഞാൽ ഞാൻ എരുമപ്പെട്ടി വരുമ്പോൾ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ വരും, കുണ്ടന്നൂർ വീട്ടിൽ വരും. അന്ന് ഞാൻ വരുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ ഫാദർ ഉണ്ടായിരുന്നു, റിട്ടയർ ആയിട്ടിരിക്കുകയായിരുന്നു. കുറേ നേരം അദ്ദേഹമായിട്ട് സംസാരിക്കും. അങ്ങനെ അവിടുന്ന് ചായയൊക്കെ കഴിച്ചിട്ടാണ് മടങ്ങാറ്. അങ്ങനെ വലിയ രീതിയിലൊരു കുടുംബ ബന്ധത്തെ പോലെ നടന്നു തരുന്നതാണ്. എന്തായാലും ഒരു വലിയ സൗഹൃദ വലയം ഉണ്ടായിരുന്ന ഒരു സുഹൃത്ത് വലയം ഉണ്ടായിരുന്ന ഒരു വ്യക്തിയായിരുന്നു സുഭാഷ്. എവിടെ ചെന്നാലും തൻ്റേതായ അഭിപ്രായം പ്രകടിപ്പിക്കാൻ, തൻ്റെ അഭിപ്രായങ്ങൾ ബോധ്യപ്പെടുത്താൻ, അതൊക്കെ വ്യക്തമായി കാര്യങ്ങൾ മനസ്സിലാക്കി സംസാരിക്കുന്ന ഒരാളാണ് സുഭാഷ്. കോൺഗ്രസ് പാർട്ടിക്ക് അതൊരു യാതൊരു സംശയമില്ല. സുഭാഷിന് ഇപ്പോൾ ഇങ്ങനെ ഒരു കൂട്ടായ്മയുടെ കൂടെ നിൽക്കേണ്ടി വന്നു എന്നുള്ളത് കൊണ്ട് മാത്രം സുഭാഷ് പോയതാണ്. വാസ്തവത്തിൽ അത് കോൺഗ്രസിന് നഷ്ടമായിരുന്നു. ആ നഷ്ടം എരുമപ്പെട്ടിയിലൊക്കെ നമുക്ക് അത് മനസ്സിലാക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. അവിടുത്തെ മങ്ങാട് സൊസൈറ്റിയുടെ തെരഞ്ഞെടുപ്പിലൊക്കെ അത് വലിയ രീതിയിൽ ബാധിച്ച് നമ്മുടെ കയ്യിൽ നിന്ന് പോവുകയും ചെയ്തു, LDFൻ്റെ ഭാഗത്തേക്ക് പോവുകയും ചെയ്തു. അതുപോലെ ഈ പഞ്ചായത്ത് ഭരണത്തിനും അതിൻ്റെതായ കോട്ടങ്ങളുണ്ടായി. കാരണം ഒരു വാശിയുള്ള ഒരു പ്രവർത്തകനായിരുന്നു സുഭാഷ്. വളരെ വലിയ വാശിയുള്ള പ്രവർത്തകനായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അതിന് ഏതറ്റം വരെ പോകാനും അദ്ദേഹം ശ്രമിച്ചിട്ടുണ്ട്. യാതൊരു സംശയമില്ലാത്ത കാര്യമാണ്. ഈ ബന്ധങ്ങൾ പിന്നെ എന്ന് വെച്ചാൽ പരസ്പരം കാണാതിരിക്കും, പരസ്പരം ആശയവിനിമയം നടത്താതിരിക്കുമ്പോൾ അതിലൊരു അകൽച്ച ഉണ്ടാവും. സ്വാഭാവികമായി അങ്ങനെ ഒരു അകൽച്ച ഉണ്ടായാലും വ്യക്തിപരമായി ഞാനും സുഭാഷും ഏത് സമയത്തും അടുത്ത ആളാണ്. വടക്കാഞ്ചേരി വരുമ്പോൾ എന്നെ വിളിക്കാറുണ്ട്, കാര്യങ്ങൾ സംസാരിക്കാറുണ്ട്. പക്ഷേ ഇങ്ങനെ 65ാമത്തെ വയസ്സ് എന്ന് പറയുന്നത് ഇന്നത്തെ കാലത്ത് അല്ല, ഒരു 80, 85, 90 വയസ്സിലിരിക്കുന്ന ഒരു കാലത്ത് 65 എന്ന് പറയുന്നത് അങ്ങനെ നമുക്ക് പ്രായമായി മരിച്ചു പോവുക എന്നുള്ളൊരു ധാരണയിൽ നിൽക്കുന്ന കാലഘട്ടമൊന്നുമല്ല. അതൊരു അകാല മരണം എന്ന രീതിയിൽ തന്നെ നമുക്ക് കാണേണ്ടി വരും. അതായത് പൊതുജന സേവനമായി തൻ്റെ ജീവിതം മുഴുവൻ സമർപ്പിച്ച, മറ്റൊരു കാര്യങ്ങൾക്ക് പരിഗണന കൊടുക്കാതെ അങ്ങനെ പ്രവർത്തിച്ച ഒരു വ്യക്തിത്വമായിരുന്നു സുഭാഷിൻ്റേത്. അത് പറയാതിരിക്കാൻ പറ്റില്ല. ഞാൻ എന്തായാലും അദ്ദേഹത്തിൻ്റെ ഈ ചരമവാർഷികത്തിനോടനുബന്ധിച്ച് അദ്ദേഹത്തിൻ്റെ ആത്മാവിനെ ആദരാഞ്ജലി അർപ്പിച്ച് ഉപയോഗിക്കുകയാണ് ചെയ്യുന്നത്. സ്വന്തമായി വളർന്നു വന്ന വ്യക്തിത്വമായിരുന്നു അദ്ദേഹം. രാഷ്ട്രീയത്തിൽ ആണെങ്കിലും പൊതുപ്രവർത്തനങ്ങളിലായാലും തൻ്റെതായ വ്യക്തിമുദ്ര പതിപ്പിച്ച ഒരാളായിരുന്നു സുഭാഷ് കുണ്ടന്നൂരെന്ന് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് വടക്കാഞ്ചേരി മണ്ഡലം പ്രസിഡന്റ് TP ഗിരീശൻ പറഞ്ഞു. കുണ്ടന്നൂർ സുഭാഷ് എന്ന് പറയുന്നത് നമ്മളുമായിട്ട് വളരെ അടുത്ത് ഇടപഴകിയിരുന്ന ഒരാളാണ്. കോളേജിൽ പഠിക്കുന്ന കാലം മുതൽ എനിക്ക് അദ്ദേഹമായിട്ട് അടുപ്പുണ്ട്. കാരണം അദ്ദേഹത്തിൻ്റെ അനുജൻ പീറ്ററും ഞാനും ഒരുമിച്ചാണ് പഠിച്ചത്. അപ്പോൾ ആ ഒരു ബന്ധത്തിൻ്റെ മുകളിൽ ഒരു ചേട്ടൻ്റെ സ്ഥാനത്ത് പുള്ളി ഉണ്ടായിരുന്നു. ഏത് കാലത്തും ഞാൻ വീട്ടിൽ പോകാറുണ്ട്. അദ്ദേഹമായിട്ട് വളരെ അടുത്ത് ഇടപഴകുന്ന ഒരാളാണ്. രാഷ്ട്രീയത്തിൽ അന്നും വളരെ സജീവമായിട്ടുണ്ടായിരുന്ന ആളായതുകൊണ്ട് ഇങ്ങനെ KSUവിൻ്റെ പ്രവർത്തനമായിട്ടൊക്കെ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്ന സമയത്ത് പുള്ളിയുടെ നിർദ്ദേശങ്ങളും സഹായമൊക്കെ ലഭിച്ചിട്ടുള്ള ഒരാളാണ് ഞാൻ. അദ്ദേഹത്തിന് ഈ സമയത്ത്
ഓർമ്മിക്കാനും അദ്ദേഹത്തിൻ്റെ ഓർമ്മദിനം വരുന്ന ഈ വേളയിൽ അദ്ദേഹത്തെ ഓർമ്മിക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടായത് തന്നെ വലിയൊരു ഭാഗ്യമാണ്. അദ്ദേഹത്തിൻ്റെ ഓർമ്മയ്ക്ക് മുന്നിൽ ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊള്ളുന്നു. അദ്ദേഹത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് കാര്യവും അദ്ദേഹത്തിനോട് നമ്മൾ സംസാരിച്ചാൽ ഒരു കാര്യം ചെയ്യണം എന്ന് പറഞ്ഞാൽ അത് പിന്നെ അതിനു വേണ്ടി താമസിക്കില്ല. എത്രയും പെട്ടെന്ന് ആ കാര്യം ചെയ്യാൻ വേണ്ടുന്ന കാര്യങ്ങളുമായിട്ട് പുള്ളി മുന്നോട്ട് പോകുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. എപ്പോഴും ഞങ്ങൾ എന്തെങ്കിലും സംസാരിച്ച് എന്തെങ്കിലും കാര്യങ്ങൾ എന്തെങ്കിലും ഒരു വിഷയം വന്നു എന്തെങ്കിലും ഒരു പ്രശ്നമുണ്ട് എന്ന് പറഞ്ഞാൽ അതിൽ ഇടപെടാനും അത് അപ്പോൾ തന്നെ അത് സോൾവ് ചെയ്ത് തരുന്നതിന് വേണ്ടിയിട്ട് അപ്പോൾ തന്നെ അതിനെ വെച്ച് നീട്ടിക്കൊണ്ടുപോകുന്ന ഒരു പരിപാടിയില്ല. എപ്പോഴും അതപ്പോൾ തന്നെ അത് തീർത്ത് തരുന്ന ഒരു പ്രകൃതക്കാരനായിരുന്നു അദ്ദേഹം ഉണ്ടായിരുന്നത്. അങ്ങനെ ഒരു സ്വഭാവമാണ് പുള്ളിയുടെ എനിക്ക് പരിചയമുള്ള മുഖം. സുഭാഷ് കുണ്ടന്നൂർ എന്ന് പറയുന്ന ആൾ സെൽഫ് മെയ്ഡാണ്. അദ്ദേഹത്തിന് സ്വന്തമായിട്ട് അദ്ദേഹം വളർന്നു വന്ന ഒരാളാണ്. രാഷ്ട്രീയത്തിലായാലും മറ്റ് മേഖലയിൽ സാമൂഹിക പ്രവർത്തനത്തിലായാലും ഒക്കെ പുള്ളി സ്വന്തമായിട്ട് സ്വന്തം പേര് എഴുതി ചേർത്തിട്ടുള്ള ഒരാളാണ്. അപ്പോൾ അത് തന്നെയാണ് എല്ലാ രാഷ്ട്രീയക്കാർക്കും അല്ലെങ്കിൽ പൊതുപ്രവർത്തനത്തിൽ ഇറങ്ങുന്ന ആൾക്കാരും ചെയ്യേണ്ട ഒരു കാര്യം. അത് തന്നെയാണ്, തൻ്റെ ശൈലിയിൽ തൻ്റെ പേര് വരും കാലങ്ങൾ ഓർമ്മപ്പെടുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെടണം. അതുതന്നെയാണ് അതിൻ്റെ ശരിയായ വഴി. വളരെ സജീവമായി ചുറുചുറുക്കോടെ പ്രവർത്തിച്ചിരുന്ന കരുത്തുറ്റ യുവ നേതാവായിരുന്നു സുഭാഷ് കുണ്ടന്നൂർ. രാഷ്ട്രീയത്തിൽ നിന്നും കുറച്ചുകാലം വിട്ടുനിന്നെങ്കിലും പിന്നീട് അദ്ദേഹം തിരിച്ചു വന്നു. അദ്ദേഹം എന്ന് ഉണ്ടായിരുന്നെങ്കിൽ വടക്കാഞ്ചേരിയിലെ ഏറ്റവും ശക്തനായ നേതാവായി നിൽക്കുമായിരുന്നെന്ന് കെ അജിത് കുമാർ. ഞാനൊരു KSU പ്രവർത്തകനായിരുന്ന കാലഘട്ടത്തിലാണ് സുഭാഷ് കുണ്ടന്നൂരിനെ പരിചയപ്പെടുന്നത്. അദ്ദേഹം അന്ന് യൂത്ത് കോൺഗ്രസിൻ്റെ വടക്കാഞ്ചേരി ബ്ലോക്ക് ജനറൽ സെക്രട്ടറിയാണ്. വളരെ സജീവമായി ചുറുചുറുക്കോടുകൂടി പ്രവർത്തിച്ചിരുന്ന കരുത്തുറ്റ യുവ നേതാവായിരുന്നു സുഭാഷ് കുണ്ടന്നൂർ. അദ്ദേഹത്തെ രാഷ്ട്രീയത്തിൽ ഒരുപാട് വളരുമെന്ന് നമ്മളൊക്കെ പ്രതീക്ഷിച്ചിരുന്ന ആളാണ് സുഭാഷ് കുണ്ടന്നൂർ. പക്ഷേ പിന്നീട് അദ്ദേഹം ഇടയ്ക്കൊക്കെ രാഷ്ട്രീയത്തിൽ നിന്ന് വിട്ട് മറ്റു പല മേഖലകളിലേക്കും പോയി. പിന്നീട് രാഷ്ട്രീയത്തിലേക്ക് തിരിച്ചു വന്നു. എന്നാലും അദ്ദേഹത്തിന് ഉദ്ദേശിച്ച രീതിയിലേക്കുള്ളൊരു മുന്നേറ്റം പാർട്ടിക്കകത്ത് ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല. അദ്ദേഹം രാഷ്ട്രീയത്തിൽ നിലനിൽക്കുകയായിരുന്നെങ്കിൽ ഒരുപക്ഷെ ഇന്ന് വടക്കാഞ്ചേരിയിലെ ഏറ്റവും ശക്തനായ നേതാവായിട്ട് അദ്ദേഹം നിലനിൽക്കുമായിരുന്നു എന്നാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം. എന്തായാലും അദ്ദേഹം അകാലത്തിൽ നമ്മളെ വിട്ടുപിരിഞ്ഞു. വളരെ മരിക്കേണ്ട സമയത്തല്ല, വളരെ ചെറുപ്പത്തിൽ തന്നെ അദ്ദേഹം നമ്മളെ വിട്ടുപിരിഞ്ഞു. അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾക്ക് മുന്നിൽ പ്രണാമം അർപ്പിക്കുകയാണ്. മാർക്സിസ്റ്റ് പാർട്ടി കൊടികുത്തി വാണിരുന്ന കാലഘട്ടത്തിൽ നിന്നും കോൺഗ്രസിനെ കരകയറ്റാൻ വേണ്ടി ശ്രമിച്ച പഴയകാല വ്യക്തികളിൽ ഒന്നാം സ്ഥാനത്ത് തന്നെ നിൽക്കുന്ന വ്യക്തിയായിരുന്നു സുഭാഷ് കുണ്ടന്നൂർ. നല്ല ഒരു പ്രാസംഗികൻ കൂടിയായിരുന്നു അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ അകാല നിര്യാണം രാഷ്ട്രീയത്തിന് വലിയ ഒരു നഷ്ടം തന്നെയാണ്. ജീവിച്ചിരുന്നപ്പോൾ തന്നെ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ഭാവി വളരെ ശോഭനീയമായിരുന്നു. മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി, കെ മുരളീധരൻ, കെ കരുണാകരൻ ഇവരായിട്ടുള്ള വലിയ ബന്ധം പുലർത്തിയിരുന്നുവെന്ന് വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജനറൽ സെക്രട്ടറി PN ഗോകുലൻ അഭിപ്രായപ്പെട്ടു. സുഭാഷ് കുണ്ടന്നൂർ ഒരു രാഷ്ട്രീയ നേതാവ്, അതാണ് എനിക്ക് പറയാനുള്ള വിഷയം. ഒരേ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന എൻ്റെ ഉത്തമ സുഹൃത്തായിരുന്നു സുഭാഷ് കുണ്ടന്നൂർ. കോൺഗ്രസിൻ്റെ KSUവിൽ കൂടെ വളർന്ന് നമ്മുടെ എരുമപ്പെട്ടി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് വരെ ആയ ഒരു മഹത് വ്യക്തിയായിരുന്നു സുഭാഷ് കുണ്ടന്നൂർ. സുന്ദരനും സുമുഖനുമായ, നല്ല ഒന്നാന്തരം ഡ്രസ്സ് ധരിച്ച് എപ്പോഴും സുസ്മേരവദനായി നടക്കുന്ന സുഭാഷ് കുണ്ടന്നൂർ ഈ നാട്ടിലുള്ള എല്ലാവർക്കും ഒരു കണ്ണിലുണ്ണിയായിരുന്നു. നമ്മുടെ മാർക്സിസ്റ്റ് പാർട്ടി കൊടികുത്തി വാഴിയിരുന്ന വടക്കാഞ്ചേരിയിൽ ASN നമ്പീശനും NK ശേഷനും അതുപോലെയുള്ള കാലഘട്ടത്തിൽ നിന്ന് കോൺഗ്രസിനെ കരകയറ്റാൻ വേണ്ടി ശ്രമിച്ച പഴയകാലത്തെ വ്യക്തികളിൽ ഒന്നാം സ്ഥാനത്ത് തന്നെ നിൽക്കുന്ന ഒരു വ്യക്തിയായിരുന്നു സുഭാഷ് കുണ്ടന്നൂർ. അദ്ദേഹത്തോടൊപ്പം പ്രവർത്തിച്ചിരുന്ന നമ്മുടെ പഴയ നാരായണ നമ്പൂതിരിപ്പാട്, അഡ്വക്കേറ്റ് കൃഷ്ണൻകുട്ടി, അല്ലെങ്കിൽ പുഴങ്കര ഗംഗേട്ടൻ, ഇപ്പോൾ ജീവിച്ചിരിക്കുന്ന ദിവാകരേട്ടൻ, അപ്പോൾ അവരുടെയൊക്കെ തൊട്ട പിന്നിൽ നിന്നിരുന്ന സുഭാഷിൻ്റെ രാഷ്ട്രീയ ഭാവി വലുതായിട്ട് കണ്ടിരുന്ന ഒരാൾക്കാരാണ് ഞങ്ങളൊക്കെ.
എന്തുകൊണ്ടോ ചില സാങ്കേതിക കാരണങ്ങളാൽ അദ്ദേഹം രാഷ്ട്രീയത്തിൽ പിന്നീട് കൂടുതൽ ശോഭിക്കാൻ കഴിഞ്ഞില്ല എന്നാണ് എൻ്റെ അഭിപ്രായം. പക്ഷേ എല്ലാം കൊണ്ടും കഴിവുള്ള, ഇപ്പോൾ നമുക്കൊരു മീറ്റിംഗ് ഒക്കെ വരുമ്പോൾ ഒരു VIP വരുന്നതിന് മുമ്പ് VIP വരുന്നത് വരെ പ്രസംഗിക്കാൻ തക്ക കഴിവുള്ള, വാക്ചാതുര്യമുള്ള ഒരുപാട് കാര്യങ്ങൾ ഉള്ളിൽ വെച്ചുകൊണ്ട് തന്നെ അത് പുറമേക്ക് മനുഷ്യരെ മനസ്സിലാക്കി തക്ക വിധത്തിൽ പ്രസംഗിക്കാനുള്ള ഒരു അപൂർവ വ്യക്തിത്വമായിരുന്നു സുഭാഷ് കുണ്ടന്നൂർ. എന്തുകൊണ്ടോ അദ്ദേഹത്തിൻ്റെ അകാല നിര്യാണം രാഷ്ട്രീയത്തിന് വലിയൊരു നഷ്ടമാണ്. ഇന്നത്തെ സാഹചര്യത്തിൽ പല നേതാക്കന്മാർക്കും ഒരുപാട് നേരം പ്രസംഗിക്കാൻ പറ്റുന്നില്ല എന്നുള്ളതൊരു സത്യം തന്നെയാണ്. നമ്മുടെ ലോക്കലായിട്ടുള്ള ആൾക്കാർക്ക് ഒരു അജിത് കുമാറോ അല്ലെങ്കിൽ അതുപോലെയുള്ള 1-2 വ്യക്തികൾക്ക് മാത്രമേ കൂടുതൽ നേരം സംസാരിക്കാനുള്ളൊരു ശക്തി കോൺഗ്രസ്സിലുള്ളൂ എന്നാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം. അപ്പോൾ അതിനൊക്കെ ഒരു വളർന്നു വരുന്നൊരു നേതാവായിരുന്നെങ്കിൽ വടക്കാഞ്ചേരിയുടെ കോൺഗ്രസിൻ്റെ ഭാവി വേറൊന്നാകുമായിരുന്നു എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. അതേപോലെ തന്നെ കോൺഗ്രസിൻ്റെ യുവനിരയിൽ പഴയകാലത്ത് പറയുന്നത് പോലെ ഒരു യുവ തുർക്കി തന്നെയായിരുന്നു. ജനങ്ങളെ പഞ്ചായത്ത് അടിസ്ഥാനത്തിൽ സംഘടിപ്പിക്കാനും ഇലക്ഷൻ വരുമ്പോൾ അതിനെ നേരിടാനും തക്ക പ്രാപ്തിയുള്ള, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെയുള്ള നാരായണ പൊരിപ്പാടിൻ്റെയോ അഡ്വക്കേറ്റ് എം കൃഷ്ണൻകുട്ടിയുടെയോ അല്ലെങ്കിൽ പുഴങ്കര ഗംഗാട്ടൻ്റെയോ അല്ലെങ്കിൽ നമ്മുടെ ജീവിച്ചിരിക്കുന്ന ദിവാകരേട്ടൻ്റെയോ ഒക്കെ സന്തത സഹചാരിയായി അവരുടെയൊക്കെ ഒരു ആജ്ഞാനുവർത്തിയായി ജനങ്ങളെ സംഘടിപ്പിക്കുന്നതിൽ മിടുമിടുക്കനായിട്ടുള്ളൊരു യുവ നേതാവായിരുന്നു അദ്ദേഹം. വളരെ സുസ്മേരവതനായി നല്ല ശുഭ്രവസ്ത്രം ധരിച്ചുകൊണ്ട് എല്ലാവരോടും നന്നായിട്ട് ഇടപഴകിയിരുന്ന അദ്ദേഹം കോൺഗ്രസ്സിന് അദ്ദേഹത്തിൻ്റെ മരണം കോൺഗ്രസ്സിന് വലിയൊരു തീരാനഷ്ടമാണ് എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ഭാവി വളരെ ശോഭനമായിരുന്നു ജീവിച്ചിരിക്കുന്ന കാലത്ത്. നമ്മുടെ പഴയ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയായിട്ടും അല്ലെങ്കിൽ ഇപ്പോഴുള്ള കെ മുരളീധരനായിട്ടും അതുപോലെ തന്നെ ചാണക്യനായിട്ടുള്ള കെ കരുണാകരനായിട്ടുള്ളൊക്കെ വലിയ ബന്ധം പുലർത്തിയിരുന്ന സുഭാഷിന് എല്ലാം കൊണ്ടും ഒരു MLA-യോ MP-യോ ഒക്കെ ആകാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ടായിരുന്നു. പിന്നെ നമ്മളിപ്പോൾ പറയുന്നത് പോലെ ഈ രാഷ്ട്രീയത്തിലുണ്ടാകുന്ന ചില അടിയൊഴുക്കുകളുടെ അടിസ്ഥാനത്തിൽ ചിലരൊക്കെ അദ്ദേഹത്തിനെ പിന്തള്ളാൻ വേണ്ടിയിട്ട് കഠിന ശ്രമം ഉണ്ടായി. ആ ശ്രമത്തിൻ്റെ ഒരു ഇരയാണ് അദ്ദേഹം എന്നാണ് എൻ്റെ അഭിപ്രായം. വളർന്നു വരുന്നവരെ വെട്ടിവീഴ്ത്തുക എന്നുള്ളതാണല്ലോ പലപ്പോഴും നമ്മുടെ നേതൃത്വത്തിൻ്റെ ഒരു സ്വഭാവം. ആ സ്വഭാവം കാരണം അദ്ദേഹത്തിനെ വളർച്ച ചിലർ മുരടിപ്പിച്ചു എന്നുകൂടി എനിക്ക് വ്യക്തിപരമായ ചില അഭിപ്രായങ്ങളുണ്ട്. കുണ്ടന്നൂര് അറിയപ്പെടുന്നത് തന്നെ സുഭാഷ് കുണ്ടന്നൂർ എന്ന പേരിലായിരുന്നു. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രവർത്തകരായി സജീവമായി നിൽക്കുകയും 2 ഗ്രൂപ്പാണെങ്കിലും ഒരേ മനസ്സോടെ നിന്ന് രാഷ്ട്രീയ പ്രവർത്തനങ്ങൾ നടത്താനും ഒരേ ടൈമിൽ ഇവിടെ പഞ്ചായത്തിൽ മത്സരിക്കാനും സുഭാഷ് കുണ്ടന്നൂർ പഞ്ചായത്ത് മെമ്പറായി സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കൂടിയായിരുന്നു അദ്ദേഹം. പഞ്ചായത്തിലെ വികസന പ്രവർത്തനങ്ങളിൽ വളരെ ശ്രദ്ധാലുവായിരുന്നു അദ്ദേഹമെന്ന് ചന്ദ്രപ്രകാശ് ഇടമന അഭിപ്രായപ്പെട്ടു. സുഭാഷുമായി ചൈൽഡ്ഹുഡ്, ചെറിയ കുട്ടിക്കാലം മുതൽ പരിചയമുള്ള ഒരു സുഹൃത്താണ്. സുഭാഷിൻ്റെ കേരള വിദ്യാർത്ഥി യൂണിയൻ്റെ കാലം KSU മുതൽ വ്യാസ കോളേജിലെ KSU നേതാക്കളുടെ സ്കൂളുകളിൽ KSU പ്രവർത്തനങ്ങളിൽ, അതുപോലെ തന്നെ വിവിധ രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക രംഗത്ത്, പ്രത്യേകിച്ച് എൻ്റെ വാർഡിൽ കോൺഗ്രസ് പ്രവർത്തകനായി നല്ല രീതിയിൽ പ്രവർത്തിച്ച് നല്ല രീതിയിൽ ഒരുമിച്ച് പ്രവർത്തിക്കാൻ കഴിയുകയും ഒരുമിച്ച് വളരാൻ കഴിയുന്ന ഓർമ്മകൾ ഒരുപാട് അയവിറക്കാനുണ്ട്. പ്രിയപ്പെട്ട സുഭാഷ് കുണ്ടന്നൂർ തീർച്ചയായിട്ടും ഈ കുണ്ടന്നൂരിനെ സ്വന്തം പേരിൽ, ഒരുപക്ഷെ കുണ്ടന്നൂരിനെ അറിയപ്പെടുന്നത് സുഭാഷ് കുണ്ടന്നൂർ എന്ന പേരിലായിരുന്നു. അപ്പോൾ ഞാനും കുണ്ടന്നൂർക്കാരനും ചിത്രക്കാരനാണെങ്കിൽ പോലും എനിക്ക് വളരെ അസൂയ തോന്നിയ ഒരു കാലഘട്ടത്തിലായിരുന്നു അന്ന്. സുഭാഷ് കുണ്ടന്നൂരും ഞങ്ങളൊക്കെ വളരെ കോമ്പറ്റീറ്റീവ് പൊളിറ്റിക്സിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രവർത്തകരായി സജീവമായി നിൽക്കുകയും ഗ്രൂപ്പ് വ്യത്യാസം, ആള് ആന്റണി കോൺഗ്രസിൻ്റെ ആളും ഞാൻ കരുണാകരൻ കോൺഗ്രസിൻ്റെ ആളുമായിരുന്നു. അങ്ങനെ 2 ഗ്രൂപ്പിലാണെങ്കിലും ഒരു മയ്യായി ഒരു മനസ്സോടുകൂടി രാഷ്ട്രീയ പ്രവർത്തനം നടത്താനും ഒരേ ടൈമിൽ ഇവിടെ പഞ്ചായത്തിൽ മത്സരിക്കാനും 2000-ൽ പഞ്ചായത്ത് മെമ്പറാവുകയും സുഭാഷ് കുണ്ടന്നൂർ പഞ്ചായത്ത് മെമ്പറായി സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനൊക്കെ ആവാൻ ഭാഗ്യമുണ്ടായി. ഈ പഞ്ചായത്തിൻ്റെ വികസന പ്രവർത്തനങ്ങൾ, പ്രത്യേകിച്ച് ഈ പ്രദേശത്തിൻ്റെ ഗ്രാമവികസന പ്രവർത്തനങ്ങളിൽ വളരെ ശ്രദ്ധാലുവായിരുന്നു സുഭാഷ് കുണ്ടന്നൂർ. രാഷ്ട്രീയത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് ഒരു മുതൽക്കൂട്ടായിരുന്നു. ഇടക്കാലത്ത് പാർട്ടി വിട്ടുപോകുന്ന സാഹചര്യം ഉണ്ടെങ്കിൽ പോലും കോൺഗ്രസ് മറക്കാനാവാത്ത ഓർമ്മകളുമായിട്ടാണ് സുഭാഷ് കുണ്ടന്നൂർ നമ്മളെ ഇവിടെ പറഞ്ഞത്. മരണത്തിന് 4 വർഷങ്ങൾ പിന്നിട്ടിട്ടും സുഭാഷ് കുണ്ടന്നൂർ എന്ന പേര് ഇന്നും ജനങ്ങളുടെ മനസ്സിൽ വിശ്വാസത്തിന്റെ അടയാളമായി തുടരുന്നു.